എല്ലാ യാത്രയും തുടങ്ങേണ്ടത് ഒരു നന്മയിൽ നിന്നാകണമെന്നാണ് എൻ്റെ പപ്പ പറയാറുള്ളത്. മനുഷ്യ മനസ്സിൻ്റെ നേരിയ വികാരങ്ങൾ പോലും സത്യസന്ധമായി എഴുതിയതാണ് എൻ്റെ പപ്പയെ മറ്റുള്ളവർക്ക് പ്രിയങ്കരനാക്കിയത്. മറ്റ് ജേർണലിസ്റ്റുകൾക്കിടയിൽ എബ്രഹാം ഫിലിപ്പ് വേറിട്ടൊരു മുഖമായതും ആ നേരെഴുത്തുകൾ കാരണം തന്നെയാണ്. നേരിന് വേണ്ടി മാത്രം ചലിക്കുന്ന ആ തൂലികയുടെ പാരമ്പര്യവും പേറിയാണ് എൻ്റെ യാത്രയും തുടങ്ങേണ്ടത്. ഇന്ന് ഈ ജോലിയിൽ ആദ്യമായി പ്രവേശിച്ച എന്നെ തേടി എത്തിയ അസൈൻമെൻറ്റും ഒരു നന്മയായത് തികച്ചും യാദൃശ്ചികം. എം ഹസൻ, എനിക്കറിയാം അദ്ദേഹത്തെ എൻ്റെ പപ്പയുടെ നേരെഴുത്തുകളിലൂടെ. 1980 കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തി. 1987 1991 തിരുവനന്തപുരം വെസ്റ്റിൽ MLA, AK ആന്റണി മന്ത്രിസഭയിൽ പാർലമെന്റ് കാര്യമന്ത്രി. ഈ തിരമാലകൾ പോലെ ഒന്നിനു പുറകെ ഒന്നായി ആ നന്മയുടെ വേലിയേറ്റം എന്നിലേക്ക് കടന്നു വരുന്നു. യെസ്, ദി പീപ്പിൾസ് വോയിസ്, എ ലൈഫ് അൺസ്ക്രിപ്റ്റഡ്. MMSനെ ഞാൻ അറിയുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ കൊല്ലം SM കോളേജിൽ പഠിക്കുകയാണ്. അദ്ദേഹം KSUവിൻ്റെ അന്ന് അറിയപ്പെടുന്ന നേതാവാണ്, സംസ്ഥാനം ഒട്ടുക്കറിയപ്പെടുന്ന നേതാവാണ്. എന്നെ പക്ഷേ അന്ന് ആകർഷിച്ച ഘടകം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അനർഗളമായ ഒരു പ്രവാഹം പോലെയാണ്. ബാലജന സഖ്യത്തിൽ വന്നതോടുകൂടി അവിടെ പ്രസംഗവും കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിച്ചു. അവിടെ വെച്ചാണ് ഉമ്മൻചാണ്ടിയും AC ജോസഫ് അങ്ങനെ ഒരു വലിയ നേതൃത്വ നിരയുമായിട്ട് പരിചയപ്പെടാനിടയായത്. അങ്ങനെയാണ്. അതൊരു വലിയ ടേണിംഗ് പോയിൻ്റായിരുന്നു. അതുകൊണ്ടാണ് KSUവിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വാതായനം തുറന്നു കിട്ടിയത്. അങ്ങനെ അദ്ദേഹം KSUവിലേക്ക് വന്നു. KSUവിൽ വന്നപ്പോഴാണ് ഏഷ്യയിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഒരു സർവകലാശാല സെനറ്റിൽ വരുന്നത്. MM ഹസൻ കേരള സർവകലാശാലയിൽ അദ്ദേഹം സെനറ്റിൽ അംഗമായി. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത് EMS മന്ത്രിസഭയിലെ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ്. സെനറ്റിലിരിക്കുമ്പോൾ തന്നെ നിരവധി പോരാട്ടങ്ങൾക്ക് ഹസൻ നേതൃത്വം കൊടുത്തു. അതിലൊന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കേരള സർവകലാശാലയിലെ കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച അതിനെതിരെ ഹസൻ ഒറ്റയാൾ പോരാട്ടം, നിരാഹാര സത്യാഗ്രഹം നടത്തി. അത് റീപോളിംഗ് നടത്താനും വോട്ടെണ്ണൽ നടത്താനും വഴിവെച്ച ഒരു വലിയ സമരം. അങ്ങനെ നിരവധി ഒറ്റപ്പെട്ട സമരം നടത്തിയിട്ടുണ്ട്. നിരവധി തവണ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായിട്ടുണ്ട്. നിരവധി തവണ അടികൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ കൂടിയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. കഴിഞ്ഞ ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ അനുസൃതമായി ഞങ്ങളെ ഒരേ വഴിയിൽ ഒരേ പാതയിൽ സഞ്ചരിച്ചവരാണ്. ബാലജന സഖ്യം ഞങ്ങളുടെയൊക്കെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ചുവട് വെച്ചത് ബാലജന സഖ്യത്തിലൂടെയാണ്. ഹസനെ പോലെയുള്ള ഒരു പിന്നീട് കോൺഗ്രസ്സിന് വലിയൊരു സമ്പത്തായി മാറിയ നേതാവിനെ KSUവിലൂടെ രംഗത്ത് കൊണ്ടുവരാൻ ഞാനൊരു രാസത്വരകമായി എനിക്ക് വളരെയേറെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ശ്രീ ഹസൻ വളരെയേറെ ദീർഘവീക്ഷണമുള്ള ഒരു വിഷണറിയായ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചത് കാലത്തിന് മുമ്പേ ആയിരുന്നു. കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും അടിത്തറയുള്ള ജനശ്രീ സങ്കല്പം ആരംഭിക്കാൻ ഹസൻ കാണിച്ച ആ ഒരു ഇനിഷ്യേറ്റീവ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുള്ള കുടുംബശ്രീയെ പോലെ തന്നെ സമാന്തരമായി ഒരു വലിയ പ്രസ്ഥാനമായി ജനശ്രീ മാറിയെന്നുള്ളത് അതിൻ്റെയും ക്രെഡിറ്റ് പോകുന്നത് ശ്രീ ഹസൻ തന്നെയാണ്. അദ്ദേഹം തീർച്ചയായും
KPC പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം ആരംഭിച്ച ഇന്ദിരാഗാന്ധി കുടുംബ സംഗമങ്ങൾ ഇന്നും കോൺഗ്രസിൻ്റെ മാതൃക അതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം കൂടിയാണ്. കാരണം ഈ സംഭവങ്ങളിലൊക്കെ MMS ഒരു കാഴ്ചക്കാരനായിട്ടല്ല, അതിലെ ഒരു സജീവ പങ്കാളിയായിട്ടാണ്. KSUവിൻ്റെ തിരുവനന്തപുരത്തെ ചരിത്രം തുടങ്ങണമെങ്കിൽ MMS വേണം. ഹസന് താഴെ അനിയ സഹോദരങ്ങളുടെ നേരെയാണ്. ഹസൻ്റെ വാപ്പ, ഉമ്മ, ഞാൻ അവരെ ഒരിക്കലും മറക്കാനാകില്ല. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും KC ജോസഫും ഞാനും ചെന്ന് കഴിഞ്ഞാൽ ഏത്തപ്പഴം പുഴുങ്ങിയത് നെയ്യിട്ട് പഞ്ചസാരയിട്ട് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്ന ഉമ്മ, ആ പഞ്ചസാരയുടെ മധുരത്തെക്കാൾ എത്രയോ മധുരമാണ് അവരുടെ ആ ഒരു വാത്സല്യവും. പക്ഷെ ഹസനെ സമ്മതിക്കേണ്ട ഒരു കാര്യം, തൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ, സഹോദരങ്ങളെ മുഴുവൻ, അവസാനം വരെ ഏറ്റവും താഴെയുള്ള കുഞ്ഞ് ആ സഹോദരങ്ങൾ വരെയുള്ള അനുജത്തിയും അനുജന്മാരുണ്ട്. അവരുടെ കാര്യങ്ങൾ അത്രമാത്രം കൃത്യതയോടുകൂടി ഒരു കാരണവരുടെ സ്ഥാനത്ത് അവരെല്ലാം അവരുടെ ഓരോ കാര്യത്തിലും ശ്രദ്ധിച്ച് അവരെ വളർത്തിയെടുക്കുന്നതിൽ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സഹായിയായിരുന്നു ഹസൻ എന്നുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ KSUവിനെ ആഴത്തിൽ വേരോട്ട് ഉണ്ടാക്കിയത് ഈ 4 പേര്: JC ചാക്കോ, MMS, ശങ്കരനാരായണപിള്ള, തലക്കുന്നിൽ ബഷീർ എന്നാണ്. ഹസൻ KSUവിൻ്റെ ആക്ടിവിസ്റ്റായ കാലത്ത് ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല, യാത്ര ചെയ്യാൻ പണമില്ല, പലപ്പോഴും പറയുന്ന നാണക്കേടാണ്. പക്ഷേ കള്ളവണ്ടി പോലും കയറിക്കൊണ്ടുപോയി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലുടനീളം സ്കൂളുകളിലും കോളേജുകളിലും KSU ഉണ്ടാക്കാൻ ഏറ്റവും അധ്വാനിച്ചിട്ടുള്ള ഒരു സാഹസികനായ ചുരിയൊരുക്കുള്ള ചെറുപ്പക്കാരനായിട്ട് ഹസനെ കണ്ട എന്നാണ് ഹസനെ ആ നിലയിൽ പരിചയപ്പെട്ടത്. ഈ ജില്ലയിലുടനീളം KSU പ്രത്യേകം അതിനുവേണ്ടി ഹസൻ ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട്, ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ആ പരിചയം നാൾക്ക് നാൾ വളർന്ന് ഇന്ന് കേരളത്തിലെ എൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരുടെ ആ ചെറിയ വലയത്തിൽ വളരെ പ്രധാനപ്പെട്ട സുഹൃത്താണ്. പാർട്ടി രംഗത്ത് വളരെ KSUവിൽ, കോൺഗ്രസ്സിലൊക്കെ വളരെ അറിയപ്പെടുന്ന നേതാവായി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളായിരുന്നു. ആദ്യമായി മന്ത്രിയായത് എൻ്റെ മനസ്സിലായി. കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയോടും കൂടി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പ്രീതിയോ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ എല്ലാവിധത്തിലുള്ള ആളുകളോടും നീതി കാണിക്കുമെന്നും അള്ളാഹുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ മന്ത്രിസഭയിലെ ഹസൻ്റെ ഒരു സംഭാവന ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ഒരാശയ കേന്ദ്രമാണ്. പണ്ടെല്ലാം വിദേശ ജോലിക്ക് വർക്കൽ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഇടത്തട്ടുകാരാണ് അവർ. മിഡിൽമാൻമാരുന്നതുകൊണ്ട് കാശ് മേടിച്ചിട്ടാണ് ആൾക്കാരെ അയക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ജോലി കിട്ടത്തില്ല, പാസ്പോർട്ട് കാണത്തില്ല, കള്ള പാസ്പോർട്ടായിരിക്കും, തട്ടിപ്പാണ്. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്.
ഒരുപാട് ഒരു ആത്മഹത്യ ചെയ്തിരുന്നു ഈ തട്ടിപ്പിനിടയായിട്ട്. അപ്പോഴാണ് നോർക്ക അസൻ പ്രവാസി മന്ത്രിയായിട്ട്, പ്രവാസി വകുപ്പ് ആദ്യമായിട്ട് സംസ്ഥാനത്തിൽ ഉപയോഗിച്ചത് എൻ്റെ മന്ത്രിസഭയിൽ അസനാണ് കൊടുത്തത്. ആ പ്രവാസി വകുപ്പിൻ്റെ കീഴിലാണ് നോർക്ക തുടങ്ങി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, വിദേശ തൊഴിലിനുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നോർക്കയാണ്. ലക്ഷോപലക്ഷം കേരളത്തിലെ യുവതി യുവാക്കന്മാർ അസനെ ഓർത്തിരിക്കുന്നത് നോർക്ക സ്ഥാപിച്ച ഒരാരോപണത്തിനും വിധേയരാകാതെ നിഷ്പക്ഷമായി കഴിവുള്ള ചെറുപ്പക്കാർക്ക് വിദേശത്ത് ജോലി കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അസൻ. അസനെയും റഹിയെയും തമ്മിൽ മുട്ടിച്ചത് ഞാനല്ല, പക്ഷെ അവർ വിവാഹത്തിലേക്ക് വഴിതെളിച്ചത് കച്ചേരി മാസ്റ്ററുമായി ഇതില്ലാതെ പറയാൻ പാടില്ല, വിവാഹത്തിൻ്റെ ഒരു അധ്യസ്ഥനായി പങ്കെടുത്തതാണ്. ഞങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ ഒരു ബന്ധമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, രാഷ്ട്രീയ സുഹൃത്ത് മാത്രമല്ല, എൻ്റെ കുടുംബ സുഹൃത്തുക്കാരുടെ ഒരു കുടുംബമാണ് അസൻ്റെ. പ്രവാസികാര്യ വകുപ്പ് തുടങ്ങിയപ്പോൾ അതിന് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഈ പരസ്പരം അറിയാവുന്ന രണ്ട് പേര് മന്ത്രിയും സെക്രട്ടറിയുമായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് എന്താണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനും ശ്രീ ഹസനും കൂടെ ചേർന്ന് ഞങ്ങൾ UAE-യിലുള്ള ലേബർ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചു. അപ്പം നമ്മൾ ലേബർ ക്യാമ്പുകളിലൊക്കെ നമ്മുടെ മലയാളി സഹോദരങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് മനസ്സിലാക്കി അതിന് ഒരു പരിഹാരമുണ്ടാക്കുന്നതാവണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നും ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്തത് ഡൽഹിയിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പിൽ പോവുകയായിരുന്നു. അന്ന് ഭാഗ്യത്തിന് നമ്മുടെ ഒരു മന്ത്രി ശ്രീ അഹമ്മദ് ആയിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ഈ അറ്റസ്റ്റേഷന് ഉള്ള ബുദ്ധിമുട്ടുകളും അത് നമ്മുടെ മലയാളികൾ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെയും കൂടി അനുവാദത്തോടു കൂടി ഒരു തീരുമാനമെടുത്തു. ഈ അറ്റസ്റ്റേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ സ്ഥാപിക്കാം. അങ്ങനെ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം 3 സ്ഥലത്ത് 3 അറ്റസ്റ്റേഷൻ സെൻറ്റർ ഉണ്ടാക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. അത് ശ്രീ MM ഹസൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രം ഉണ്ടായ ഒന്നാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് ഏജൻസി വേണമായിരുന്നു. അതിനാണ് ഞങ്ങൾ റൂട്ട്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ റൂട്ട്സ് എന്നുള്ളത് നമ്മുടെ വിദേശ മലയാളികളുടെ വേരുകൾ കേരളത്തിലാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ MM ഹസൻ ദുബായിലെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദുമായി നടത്തിയ കൂടിക്കാഴ്ചകളും ബഹ്റൈനിലായിക്കോട്ടെ, ഫുജിയർ ഭരണാധികാരിയായിക്കോട്ടെ, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ, സന്ദർശനങ്ങളൊക്കെ പ്രവാസികളുടെ വേദനകളും പ്രവാസികളുടെ പ്രതീക്ഷകളും പ്രവാസികളുടെ ആശ്വാസമാകേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഭരണാധികാരികൾ നേരിട്ട് പറയാൻ അദ്ദേഹത്തെ അവസരം ലഭിച്ചിരുന്നു. അത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് പലപ്പോഴും മണിക്കൂറോളം കാത്തിരുന്ന്, ദിവസങ്ങളും കാത്തിരുന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് എത്തേണ്ടി വരുന്ന സമയത്ത് വളരെ അതിവേഗത്തിൽ പ്രവാസികൾക്ക് വേണ്ടി ഓടിയെത്താൻ അദ്ദേഹം എത്തിയിരുന്നു. അത് ഏറ്റവും വലിയ പ്രവാസികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ എയർ ഫെയറാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന എയർ ഫെയർ എന്ന് പറയുന്നത് ഒരു രീതിയിലും സഹിക്കാൻ, എന്താണ്, ഒരു രീതിയിലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എയർ ഫെയർ ഉണ്ടായിരുന്ന സംവിധാനമാണ്. അപ്പോൾ MM ഹസൻ പറയും, പ്രവാസികൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അദ്ദേഹം വളരെ കർമ്മനിരതനായി പ്രവർത്തിക്കുകയും അന്നത്തെ എയർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ തുളസീദാസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ പ്രവാസികൾക്ക് വേണ്ടി ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന ഒരു പുതിയ ലോ കോസ്റ്റ്, ലോ ബഡ്ജറ്റ് എയർലൈൻ സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരത്തു നിന്നായിരുന്നു ആ എയർലൈൻ്റെ തന്നെ ഇനോഗറേഷൻ, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന്. അബുദാബിയിലേക്കായിരുന്നു എത്തിയത്. അന്ന് ഞാൻ നേരത്തെ മലയാള മനോരമയിലാണ് ജോലി ചെയ്തിരുന്നത്. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓർക്കുകയാണ് ആ കഥകൾ. ഒരുപക്ഷെ മലയാളത്തിൻ്റെ അഭിമാനം ലോകത്തോളം ഉയർത്തിയ നിമിഷമായിരുന്നത്, പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ. അതുപോലെ തന്നെയാണ് ശ്രീ MM ഹസൻ്റെ താല്പര്യപ്രകാരമാണ് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ
ഷാർജയിലെ സിവിൽ ഏവിയേഷൻ്റെ ചെയർമാൻ ഷേഖ് അൽത്താനിയെ ചെന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എയർ അറേബ്യ ആദ്യമായി കേരളത്തിലേക്ക് കൊച്ചിയിലേക്കുള്ള ഓപ്പറേഷൻസ് ആരംഭിച്ചു. പിന്നെ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾക്ക് എയർ അറേബ്യയുടെ ഓപ്പറേഷൻസ് ആരംഭിച്ചത്. ലക്ഷോപലക്ഷം പേർക്ക് ആശ്രയമായ ജനശ്രീ മിഷനെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ കേരളത്തിലൊരു 6th ടയർ പ്രസ്ഥാനം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. ഈ ശ്രീ MM ഹസൻ ചെയർമാനായിക്കൊണ്ട് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ഞാൻ എൻ്റെ സെക്രട്ടറിയും. അപ്പോൾ ഈ ഒരു സംഘടനാ സംവിധാനം കേരളത്തിൽ രൂപം കൊണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല. ജനങ്ങളോടൊപ്പം ശ്രീ MM ഹസൻ്റെ പ്രവർത്തന പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ്. MM ഹസൻ അതിനുവേണ്ടി എടുത്ത എഫർട്ട് എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമാണ്. അദ്ദേഹം വിദ്യാർത്ഥി ജീവിതകാലത്ത് നടന്നതുപോലെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. കാസർഗോഡ് വർക്കാടി മുതൽ കളിയിക്കാവുള്ള വരെ ഇന്നിപ്പോൾ ഒരു 35,000 സംഘങ്ങൾ വളരെ സജീവമാണ്. 32,000 വളരെ സജീവമാണ്. 32,000 എന്ന് പറയുമ്പോൾ 6-6 ലക്ഷം ആളുകൾ അടങ്ങുന്ന ഈ പ്രസ്ഥാനം വളരെ സജീവമാണ്. ഒരു ബാങ്കിൽ ഒരു ലോണിന് പോകുകയാണെങ്കിൽ തന്നെ അത് വളരെ കാലതാമസം വരും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾ രാവിലെ ലോണിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ പൈസ കൈ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് എമർജൻസി ലോൺ പോലെയാണ് ഇത്. അതുകൊണ്ട് ഈ ജനശ്രീ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ്. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ്റെ ആ എംബ്ലം തന്നെ ഗാന്ധിയുടെ ദണ്ഡിയിലേക്കുള്ള യാത്രയാണ്. ആ ദണ്ഡിയിലേക്കുള്ള യാത്ര എംബ്ലമാക്കി തീരുമാനിക്കുമ്പോൾ MM ഹസൻ പറഞ്ഞു നമുക്കിതാണ് വേണ്ടത്. അത് ഗാന്ധിയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ആ പ്രതിബദ്ധതയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുത്തതാണ് MM ഹസൻ. ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുവാനും ജനജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കാവശ്യമായ പ്രവർത്തന പരിപാടികൾ ഏറ്റെടുക്കുവാൻ വേണ്ടി സദാ സന്നദ്ധനായ വ്യക്തിയാണ് ശ്രീ MM ഹസൻ. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താൽ. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് ഹർത്താൽ ഇല്ല എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. ആൻറ്റി ബന്ദ്, ഈ ആൻറ്റി ബന്ദ് എന്ന് പറയുന്ന കാര്യം ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ് സത്യം. അദ്ദേഹം ആ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴും അത് ഉപവാസം കിടന്നപ്പോഴും എല്ലാം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. ജനകീയ സമരങ്ങൾ വിജയിക്കുന്നത് ആ ജനകീയ സമരങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ഗൗരവവും അതിന് പിന്നിൽ അണിനിരക്കുന്ന ജനങ്ങളുടെ ശക്തിയുമാണ്. അതെവിടെ നടന്നാലും സർക്കാർ ശ്രദ്ധിക്കും. ജനാധിപത്യ രീതിയിലെ സമരമുറയ്ക്ക് പ്രതിഷേധിക്കുവാനുള്ള അവകാശത്തിന് അദ്ദേഹം എതിര് നിന്നില്ല എന്ന് മാത്രമല്ല അതിനുള്ള സാധ്യത എപ്പോഴും നിലനിർത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ നിരാഹാര സമരം ഇവിടെ അനുഷ്ഠിക്കുക. സിഡിറ്റിൻ്റെ ചെയർമാനായിട്ട് അതിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുന്നത് ശ്രീ MM ഹസനാണ്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഡൽഹി പോയി പ്രോജക്റ്റ് പിടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മ ഞങ്ങൾ രണ്ടും കൂടെ ഡൽഹിയിൽ യാത്ര ചെയ്തിട്ട് അദ്ദേഹം അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന പ്രമോദ് മഹാജൻ, അന്ന് വാജ്പേയിയുടെ മന്ത്രിസഭയാണെന്ന് അധികാരത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹം ഈ ശ്രീ MM ഹസന് കൊടുത്ത ബഹുമതി ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഓഫീസിൽ കാണുന്നതിന് വരെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പോയി രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ കാലത്ത് വളരെ വലിയ ഒരു പ്രോജക്റ്റ് നമ്മൾ 3 പ്രോജക്റ്റ് പ്രപ്പോസൽ കൊണ്ട് കൊടുത്തു, അനുവദിച്ചു. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ്. മലയാള ഭാഷയോടുള്ള സ്നേഹം, ഭാഷ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഔദ്യോഗിക ഭാഷാ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തി. ഭരണഭാഷ മലയാളമാക്കുന്നതിന് വേണ്ടി തന്നെ ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചു. മലയാള ഭാഷ നന്നായി പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം മലയാള ഔദ്യോഗിക ഭാഷാ വകുപ്പിൽ മാത്രമല്ല, അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലും മലയാളത്തിന് പ്രാമുഖ്യം നൽകുക. അദ്ദേഹം PRD അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പായിരുന്നു. PRD ആണ് നവംബർ 1 മലയാള ദിനമായി
ആഘോഷിക്കാൻ തീരുമാനിച്ചതും തുടർന്നുള്ള ഒരാഴ്ച മലയാള ദിന ആഘോഷമായി മാറ്റിയതുമാണ്. അതുപോലെ PN പണിക്കരുടെ ജന്മദിനം വായനാ ദിനമാക്കിയതും MM ഹസനായിരുന്നു. ശ്രീ MM ഹസനെ എനിക്ക് 1968 മുതൽ പരിചയമാണ്. 68-69 എന്ന് പറഞ്ഞാൽ എനിക്കൊരു 16, 17, 18 വയസ്സൊക്കെ ഉള്ള കാലം മുതൽ അദ്ദേഹത്തെ അറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഞാൻ മാറിയ വായനൂസ് കോളേജിൽ പഠിക്കുന്നു, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ ഞങ്ങൾ ഈ ഡിബേറ്റിംഗ് ടീമിൽ പോകുമ്പോൾ ഞങ്ങളുടെ കോളേജിനെ പ്രതിനിധീകരിച്ച് ഞാനും വേറൊരാളും യൂണിവേഴ്സിറ്റി കോളേജിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രീ ഹസനും പിന്നീട് വളരെ പ്രശസ്തനായ നിരൂപകനും ഒക്കെയായി മാറിയ ഡോക്ടർ രാധാകൃഷ്ണനുമാണ് യൂണിവേഴ്സിറ്റിയുടെ ടീം. ഞാനും ഒരു മിസ്റ്റർ ആൻ്റണിയുമാണ് മാറിയ വായനൂസിൻ്റെ ടീം. എവിടെ പോയാലും ഞങ്ങൾക്ക് 3-ാം സ്ഥാനമോ 2-ാം സ്ഥാനമേ കിട്ടുള്ളൂ. കാരണം ഹസന് രാധാകൃഷ്ണൻ കൂടെയുള്ള ടീമിനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. രാധാകൃഷ്ണൻ ആശയങ്ങൾ കൊടുക്കും, ഹസനത് ഉജ്ജ്വലമായിട്ട് അവതരിപ്പിക്കും. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഹസനെ വളരെ ഒരു ആദരവോടുകൂടി, അഡ്മിറേഷനോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ പൊതുരംഗത്ത് ശ്രീ ഹസനെപ്പോലെ ഒരു വ്യക്തിത്വം വേറെയില്ല. അത് അദ്ദേഹത്തിൻ്റെ പരന്ന വായന കൊണ്ടും അടിസ്ഥാനപരമായ മാനവികത കൊണ്ടും അചഞ്ചലമായിട്ടുള്ള ഒരു മതേതരത്വ ബോധം കൊണ്ടും ഒരു ഹൃദയവിശാലത കൊണ്ടുമെല്ലാം അദ്ദേഹം സ്ഥാപിച്ചെടുത്ത ഒരു സ്ഥാനമുണ്ട്. ആരോടും പരിഭവമില്ലാതെ, ടു മാലിസ് ടുവേർഡ്സ് നൺ എന്ന് പറയാറുണ്ട്. ആ സിദ്ധാന്തത്തെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ MM ഹസൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. യുവജനങ്ങൾക്കിടയിൽ MM ഹസൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നായിരുന്നു പിന്നീടുള്ള എൻ്റെ അന്വേഷണം. ഹസൻ സാറ് UDFൻ്റെ ചെയർമാനായിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ മികച്ച വിജയം നേടാൻ പറ്റിയിട്ടുണ്ട്. 20-ൽ 19 സീറ്റും നേടിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സാറ് KPCC പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം പോലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എല്ലാ പ്രവർത്തകരെയും ഒരുപോലെയാണ് കാണുന്നത്. സാമുദായിക നേതാക്കളുടെ ലെറ്ററുമായിട്ട് വരുന്ന ആൾക്കാരെ മത്സരിപ്പിക്കാനോ സീനിയർ അംഗത്വം കൊടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അത് ഹസൻ സാറിന് എടുത്തു പറയാൻ പറ്റിയ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇനി അറിയേണ്ടത് സഹപ്രവർത്തകർക്കിടയിലെ ഹസൻ സാറിനെ കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കാണ്, ഞാൻ ഇത്രയും പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളാണ്. വളരെ പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയമായി എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ചിന്തകളിലും പ്രവൃത്തിയിലും ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്. അദ്ദേഹം സെക്കുലറായിട്ടുള്ള ഒരാളാണ്. KPCCയുടെ പ്രസിഡൻ്റായി അദ്ദേഹം ഇരുന്നപ്പോഴും UDF കൺവീനറായിരുന്നപ്പോഴും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. എൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിലും എൻ്റെ സമീപനങ്ങളിലും അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് പറയാനൊരു മടിയില്ല. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാലത്തും ഇനിയും മുൻനിരയിലുണ്ടാവും. ഞങ്ങൾക്കെല്ലാം ആവശ്യമായ ഉപദേശങ്ങൾ നൽകി ഞങ്ങളോടൊപ്പം നിന്ന് ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായി ശ്രീ MM ഹസൻ എപ്പോഴും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് MM ഹസൻ എന്ന് പറയുന്ന നിയമസഭാ സാമാജികനെയാണ്. കേരള നിയമസഭകൾക്കകത്തുള്ള സാമാജികരുടെ പ്രസംഗങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചാൽ നർമ്മവും ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനവും അതോടൊപ്പം കഴമ്പുള്ള രാഷ്ട്രീയ വാദങ്ങളും ഉന്നയിക്കുന്നതിന് അഗ്രഗണ്യരായിട്ടുള്ള സാമാജികരുടെ കൂട്ടത്തിൽ MM ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. MM ഹസൻ്റെ നിയമസഭാ പ്രസംഗം അന്നത്തെ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഭരണപക്ഷത്തുള്ളവർ പോലും ആസ്വദിക്കുമായിരുന്നു. ഭരണപക്ഷത്തായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരും ആസ്വദിക്കുമായിരുന്നു. അതാണ് പ്രസംഗത്തിലെ കണ്ടൻറ്റ് എത്രമാത്രം അവർക്കെതിരാണെങ്കിലും പ്രസംഗത്തിൻ്റെ ഒരു ശൈലി എല്ലാവരെയും ആകർഷിക്കപ്പെടുന്നതായിരുന്നു. ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ എന്നോട് ഭാരത് ജോഡോ യാത്ര കാലഘട്ടം കന്യാകുമാരിയിൽ തുടങ്ങി കേരളാതിർത്തി വന്നത് മുതൽ MM അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നല്ല, കൂടെ നടക്കാനുണ്ടായിരുന്നു മുഴുവൻ സമയം. അദ്ദേഹത്തിന് ഇപ്പം അതിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രായമൊക്കെ വെച്ച് നോക്കിയാൽ ഇത്ര ദീർഘമായിട്ടുള്ള ഒരു നടത്തം അനുവദനീയമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അനുഭവത്തോടെയാണ് അതിനെ കണ്ടത്. പക്ഷേ ഒരു മിനിറ്റ് പോലും അദ്ദേഹം അതിൽ നിന്ന് മാറിയുന്നില്ല. ആ തിക്കിലും തിരക്കിലും 1-2 തവണ അദ്ദേഹം വീണു. അപ്പോൾ രാഹുൽ ഗാന്ധി എപ്പോൾ കണ്ടാലും പറയും, പിന്നീട് കണ്ടാലും പറയും, MM ഹസൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു സമർപ്പണ ബോധം, ഇൻവോൾവ്മെൻറ്റ് പാർട്ടി ആക്ടിവിറ്റീസിൽ എനിക്കതിൽ പങ്കെടുത്തേ പറ്റൂ എന്നുള്ളൊരു, അതാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിക്കകത്ത്
തൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവണം. വെറും ഉപരിപ്ലവമായിട്ട് മാത്രം പോരാ, ഉണ്ടാവണം. അത് ഈ കേരളം വിടുന്നത് വരെ ഉണ്ടായിരുന്നു. അവസാനം കേരളത്തിൽ വിട്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾ അനുഭവങ്ങൾ ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ഇത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. KPCC പ്രസിഡൻ്റായി ഞാൻ വരുന്ന 9 വർഷക്കാലവും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വ്യക്തി ശ്രീ ഹസനാണ്. സഹായമെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ എൻ്റെ സ്പോക്സ്മാനാക്കി. പാർട്ടിയുടെ ഒറ്റ ആളുകളുടെ സ്പോക്സ്മാൻ. ആ 9 വർഷവും ഏറ്റവും നല്ല സ്പോക്സ്മാനായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാർട്ടിയുടെ വ്യക്താവാണ് പാർട്ടിയുടെ നയങ്ങൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് KPCC പ്രസിഡൻ്റായിട്ട് വന്നു. ആ കാലഘട്ടവും ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് അദ്ദേഹം UDF കൺവീനറായി. ആ UDF കൺവീനർ എന്നുള്ള രീതിയിൽ എല്ലാ ഘടകകക്ഷികളെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പം ദീർഘകാലത്തെ എൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളിലൂടെ നന്നായി പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പം വായിക്കുകയും നന്നായി പഠിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവർത്തന ശൈലി അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന് എന്നൊരു മുതൽക്കൂട്ടായിരുന്നു. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ജയ്ഹിന്ദ് ചാനൽ തുടങ്ങാൻ തീരുമാനം. ഞാനാണ് അദ്ദേഹത്തെ എൻ്റെ MD ആയിട്ട് ചുമതലപ്പെടുത്തിയത്. കഴിഞ്ഞ 10-18 വർഷമായി ആ ചാനൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഹസൻ്റെ കൈകളുണ്ട്. പാർട്ടിക്കൊരു വലിയ മുതൽക്കൂട്ടാണ് ശ്രീ ഹസൻ. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരിക്കലും ശ്രീ MM ഹസനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു കോൺഗ്രസ് പരിപാടിയോ പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിപ്പോഴും സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശ്രീ ഹസനെ അതുകൊണ്ട് തന്നെ നമുക്കാർക്കും മാറ്റി നിർത്താൻ കഴിയില്ല, ഒഴിവാക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയപ്പോൾ ഗാന്ധിജിയുടെ ആദർശങ്ങളും ആശയങ്ങളും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളുമാണ് എൻ്റെ രാഷ്ട്രീയ ചിന്തയ്ക്ക് പ്രചോദനമായതും രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് കൂടുതൽ മാർഗദർശനം നൽകിയത്. ഗാന്ധിജി ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ശില്പിയാണ്. അതോടൊപ്പം തന്നെ ഗാന്ധിജി പാവപ്പെട്ടവരും സാധാരണക്കാർക്കും വേണ്ടി ഓരോ കോൺഗ്രസ് പ്രവർത്തകരും അവൻ്റെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവർക്കെങ്ങനെ ഗുണപ്പെടണം എന്ന ഉപദേശം നൽകിയതാണ്. ആ ഗാന്ധിയൻ ആശയങ്ങളാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ മാതൃകയാക്കി. ജവഹർലാൽ നെഹ്റു എനിക്ക് ആരാധ്യ പുരുഷനാണ്. കാരണം നെഹ്റു സോഷ്യലിസത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും യഥാർത്ഥമായ ശില്പിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്ന് നാം വിളിക്കുന്നത്. ഗാന്ധിജിയുടെ മതേതര ജനാധിപത്യ ആശയങ്ങളും ജവഹർലാൽ നെഹ്റു അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കി ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റാൻ, രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റാൻ, അതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നും ഒരു പ്രചോദനമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ റോൾ മോഡൽ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയും നെഹ്റുവുമാണ്. എൻ്റെ തലമുറയിൽ എനിക്ക് റോൾ മോഡലുകളായി ഞങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു വരുന്നവരോട് എനിക്കുള്ള സന്ദേശം, ആദ്യം കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസിൻ്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച വിശ്വാസം വേണം. ജനസേവനത്തിനാണ് രാഷ്ട്രീയം, ധനസമ്പാദനത്തിനല്ല എന്ന കാഴ്ചപ്പാടാണ് ആദ്യം വേണ്ടത്. ഏറ്റെടുക്കുന്ന കൃത്യം വളരെ പ്രതിബദ്ധതയോടുകൂടി നിർവഹിക്കണം. ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ
രാഷ്ട്രീയ പ്രവർത്തകരായത് എന്ന ചിന്ത ഒരിക്കലും യുവാക്കളുടെ മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല. അതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും ജനങ്ങളിങ്ങനെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശത്തിൽ അടിയുറച്ച വിശ്വാസം, വിനയം, അതുപോലെ തന്നെ സ്വഭാവശുദ്ധി, ഇത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും കൈമുതലായി വേണ്ടതാണ്. ഇതിലെല്ലാം എവിടെയെങ്കിലും പാളിച്ച പറ്റിയാൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ അപമാനിതരാവും. നമ്മുടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അധികാരത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കാം. അധികാരമോഹം മാത്രമാവരുത്, ധനസമ്പാദനം ലക്ഷ്യമേ ആവരുത്. ജനസേവനം, ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായ നിലപാട്. അതാണ് നമ്മുടെ യുവതലമുറയോട് എനിക്ക് നൽകാനുള്ള സന്ദേശം. ഈ അസൈൻമെൻറ്റിനായുള്ള എൻ്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് MM ഹസൻ എൻ്റെ പപ്പയുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരനായത് എന്തുകൊണ്ടാണെന്ന്. അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമില്ലാത്തവരുടെയും അവകാശങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച സാധാരണക്കാരുടെ നേതാവാണ്, ജനലക്ഷങ്ങളുടെ ആശ്രയമാണ്. MM ഹസൻ ജനങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട കലർപ്പില്ലാത്ത സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു. കാലം പലതും മറന്നാലും ചരിത്രം ഒരിക്കലും മായുന്നില്ല.